പാടും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറക്കുന്നില്ല, കാരണം ഇറക്കാൻ നമുക്ക് സത്യമായ പേടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ടോ ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് നല്ല രസമുള്ള ഡ്രിഫ്റ്റിങ്, അതൊക്കെയാണല്ലേ നമ്മൾ കാണേണ്ടത്. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഇറക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ് നമ്മളെ വണ്ടി മൊത്തം ഡ്രിഫ്റ്റ് ചെയ്തത്. അത് ഭയങ്കര ലൈക്കായി. ഓക്കെ, ഷെഫീർ നമ്മൾ ഷെഫീർ ഖാൻ നമ്മളെ റോട്ടിൽ നിന്ന് കണ്ടുപിട്ടി കേട്ടോ. അപ്പോൾ ധർമ്മടത്തേക്കാണ് നമ്മൾ വഴി ചോദിച്ചത്, അപ്പോഴാണ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഹലോ ഗൈസ്, ഇവിടെ മുഴപ്പിലങ്ങാട് ബീച്ച്, നമ്മുടെ ധർമ്മടം ബീച്ച്, പിന്നെ തലശ്ശേരി കോട്ട, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് തലശ്ശേരി വന്നതിൽ കാണാൻ പറ്റും. അതുകൂടാണ്ട് നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ സൂസൈഡ് പാർക്ക്, പൈതൽ മല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കാണാനുള്ള. പൈതൽ മല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഊട്ടിയില് മഞ്ഞ് വീഴുന്ന പോലെ നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് കാണാം. പിന്നെ സൂസൈഡ് പാർക്ക് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ മുഴപ്പിലങ്ങാട് വന്നു കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് ബീച്ച് തന്നെ പറയുന്നത് വെച്ചാൽ എത്ര ടണ്ണുള്ള വണ്ടി വന്നു കഴിഞ്ഞാലും താഴൂല. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ബീച്ചാണ്. അത് കേരളത്തിലെ 4ാം സ്ഥാനത്തുള്ള ബീച്ചാണ്, ഏഷ്യയിലെ 4ാം സ്ഥാനത്താണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാം. നമ്പർ 4 4ാം സ്ഥാനത്താണ് ഉള്ളത് മുഴപ്പിലങ്ങാട് ഡൈവിംഗ് ബീച്ച്. നിങ്ങൾ വരികയാണെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ അനുസരിച്ച് പോവാം. ഹലോ ഫ്രണ്ട്സ്, ജുനു ഫ്രം വയനാട്. നമ്മളെന്നുള്ളത് മുഴപ്പിലങ്ങാടി ബീച്ചിലാട്ടോ. മുഴപ്പിലങ്ങാടി ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലാട്ടോ നമ്മളുള്ളത്. സ്റ്റാർട്ടിങ്ങിന് നല്ല രസമുള്ളൊരു വൈബ് ഏരിയ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഏരിയ. ഞാൻ ഫുൾ വിഷ്വൽ നമ്മൾ കാണിച്ചു തരാം. ഇന്ന് ഞാനും നമ്മൾ ഇഷാമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാറക്കല്ലാണ്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇവിടെ മുതൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമുക്ക് ഫുള്ളായിട്ട് നല്ലോണം റൺ ചെയ്യാം. വണ്ടി ഫുള്ള് ബീച്ചിൽ കൂടെ തന്നെ റൺ ചെയ്യാം കേട്ടോ. അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് നീന്തി പോകുന്ന കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് പിന്നെ ആൾക്കാർ നീന്തി പോകുന്നതാണേ കേട്ടോ. അടിപൊളിയല്ലേ അല്ലേ യശാമേ കാണാൻ? അതവിടെയൊക്കെ ഉണ്ടാവും ഒരു പിന്നെ ദ്വീപ് പോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ കഴിയും. ഈ ഒരു ഭാഗത്തെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ ഈ വണ്ടി ഫുള്ള് റൺ ചെയ്ത് പോകുന്നത് കാണിച്ചു തരാം, കംപ്ലീറ്റ് കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ലൊരു പിന്നെ വൈബ് ഏരിയയാണ്. ഈ ഏരിയ കൂടെ ഒക്കെ നമുക്ക് വണ്ടി ഫുള്ള് റൺ. ഞാൻ പിന്നെ വെള്ളത്തിലേക്ക് വണ്ടി ഇറക്കുന്നില്ല. എന്താ ഈ ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ നമുക്ക് സുഖമായിട്ട് വണ്ടി നമുക്ക് പാസ് ചെയ്ത് പോകാൻ കഴിയും കേട്ടോ. നമ്മളിങ്ങനെ റൺ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ നമുക്ക് പോകാൻ കേട്ടോ. ഞാൻ ഫുള്ള് കാണിച്ചിട്ട് നമ്മൾ കണ്ടോ, ഒരുപാട് ദൂരം നമുക്ക് പിന്നെ വണ്ടി നമുക്ക് ബീച്ചിൽ കൂടെ തന്നെ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയിൽ കൂടെ ഞങ്ങൾ പാസ് ചെയ്യുന്നില്ല. പക്ഷേ വന്ന് കണ്ട പിന്നെ ഒരുപാട് വണ്ടികൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. വണ്ടി നനച്ച് ആകെ അലമ്പാക്കുന്നുണ്ട്. പക്ഷേ അതിനെ പറ്റിയുള്ള വിവരം അവർക്കില്ലായിട്ട് കേട്ടോ. വണ്ടീൻ്റെ അടിഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വണ്ടീൻ്റെ അടിഭാഗം പെട്ടെന്ന് തുരുമ്പിടിക്കാൻ പറ്റും. കാരണം ഉപ്പ് രസമുള്ളത് കൊണ്ട് നമുക്കിവിടെ വണ്ടി സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു സീനുള്ളത് കൊണ്ടാണ്. അവിടെ ബോട്ടുകൾ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് എല്ലാം നിർത്തിയിട്ടേക്കാണ്. രാവിലെ ആകുമ്പം എല്ലാവരും ഇറങ്ങും. ഇതൊക്കെ സ്പീഡ് ബോട്ടാണ്, മെഷീൻ ഘടിപ്പിച്ച ബോട്ടുകളാണ് എല്ലാം. ആ ഒരു ഭാഗം ഉണ്ട്, ആ എൻ്റെ വരെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് റൺ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ നിറയെ ചക്ക ഉണ്ട് കേട്ടോ. ഇത് എന്ത് ചക്കയാന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് കണ്ടോ, ഇതിന്മേലെല്ലാം ചക്ക ഉണ്ട് കണ്ടോ. ചക്ക ഇത് തിന്നാൻ കഴിയുന്നതാണോ എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കണം. ഫുള്ളായിട്ട് പിന്നെ എന്താ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതവിടെ ചെറിയൊരു പിന്നെ കുളമ്പോത്തൊരു സംഭവം. ഇവിടെ എന്തായാലും സംഭവം ആൾക്കാർ ഫുള്ളായിട്ട് പിന്നെ ഡ്രൈവിങ് പഠിക്കുന്നൊരു ഏരിയ കേട്ടോ ഇത് മൊത്തം. ചോദിച്ചാമേ ഇഷ്ടംപോലെ വേണ്ട, നമുക്കിവിടെ എന്ത് കളിയും കളിക്കട്ടെ. കാരണം അമ്മാതിരി സെറ്റപ്പ് അവിടെ ഉള്ളത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനും ഇഷ്ടം വന്നുള്ളത് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയോക്കട്ടെ, എന്താ സംഭവം നോക്കട്ടെ. ഇവിടെ വണ്ടികൾ നല്ല സ്പീഡിലാട്ടോ വണ്ടികൾ റൺ ചെയ്യുന്നതിൽ കൂടെയൊക്കെ കേട്ടോ. ഭയങ്കര വൈബ് സ്ഥലം, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ബൈക്കെല്ലാം വരുന്നുണ്ട്, ബൈക്കെല്ലാം കുട്ടികളൊക്കെ വെച്ചിട്ട് വരാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. കാരണം വെച്ചാൽ വണ്ടി എന്താ സ്ലിപ്പായി പോകുന്നുള്ള പേടി വേണ്ടല്ലോ ക്ഷമേ. ഇവിടെ ഒന്നും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഒന്നാമതും മണലാണ്. ഈ ഒരു ഭാഗത്തെല്ലാം വന്നിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ കേട്ടോ. എന്തായാലും ഫാമിലിയും കൊണ്ട് എന്തായാലും നമ്മൾ വരുന്നുണ്ട്. നമ്മൾ
നമ്മളിപ്പോൾ ബീച്ചിൻ്റെ വണ്ടി എന്തായാലും വെള്ളം തൊട്ടിട്ടോ, എന്തായാലും നമ്മൾ മെല്ലെ പോകുന്നുള്ളൂ, സ്പീഡിൽ പോകുന്നില്ല. ഈ സൈഡിൽ ഫുള്ള് കാറ്റാടിയാണ് കേട്ടോ, മൊത്തം കാറ്റാടിയാണ്, ഫുള്ള് കാറ്റാടിയാണ് കേട്ടോ. നമുക്ക് അവിടെ രണ്ട് വണ്ടികൾ വല്ലാണ്ട് കളിക്കുന്നുണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ എല്ലാം കാളബോട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, കാറുകളത് നല്ല ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ വണ്ടികൾ കണ്ടോ. എന്താ നമ്മളെന്തായാലും വലിയ പോകുള്ളൂ, പക്ഷെ അവിടെ നല്ല ഡ്രിഫ്റ്റിങ് നടത്തുന്നുണ്ട്. നമുക്ക് മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കാം. ബീച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വേണം അല്ലേ, വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റി ആകെ ചെളിയൊക്കെ തെറിപ്പിച്ച് ആകെ ലംബാക്കി നടക്കുന്നു. ഇവിടെ സംബന്ധം ശരി കണ്ണ് പോയിട്ട് വണ്ടി ഓടിക്കാം, നമുക്ക് അത്ര പറയാനുള്ളൂ. എന്താ ക്ഷമേ? കാരണം ഒന്നും പറയല്ല, കാരണം വെച്ചാല് അടിച്ച് പിന്നി പോവാ, ഒന്നും നോക്കല്ല, കാരണം അത്രക്ക് ക്ലിയർ സ്ഥലം. ഒന്ന് വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് ആയാലും എന്ത് ചെയ്യാ, മറിച്ചൊടിച്ച് കഴിച്ചിലാവാ. ഇനി അതല്ല, ഇനി വെള്ളത്തേക്ക് പോവുള്ളൂ, വേറെ എങ്ങോട്ടും പോവില്ല. അപ്പം അത്രയും രസമുള്ള സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം കേട്ടോ. ഇനി എന്തായാലും വേണമല്ലോ, ഫാമിലിയും കൂടെ എന്തായാലും വരണം. എന്നാൽ ഞാനും ഷാമും കൂടി ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നതല്ല കേട്ടോ, ഞങ്ങൾ വന്നത് പിന്നെ എവിടേക്കാ ഷാമേ, നാഗർകോള കേട്ടോ. നാഗർകോള ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അവർ ഞങ്ങളെ പിടിച്ചിട്ട് പറഞ്ഞ് RT-PCR ടെസ്റ്റ് ഇല്ലാണ്ട് കടത്തി വിടില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കണ്ണൂരേക്ക് മാനന്തവാടി വഴി ഇറങ്ങിയതാണ്. ഞങ്ങൾ നാഗർകോള കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഇതിൽ അടിപൊളി സ്ഥലം കേട്ടോ, ഭയങ്കര രസമുള്ള സ്ഥലം. ബൈക്ക് എടുത്ത് വരണ്ടേ നമുക്ക്? എന്തായാലും വേണ്ട, ഇനി ബൈക്ക് എടുത്തിട്ട് വരണം. ബൈക്ക് എടുത്തിട്ട് വന്നാലാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണുള്ളൂ. എന്താ രസം എന്നൊരു സ്ഥലം, എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം, അതാണ്. ആ കാണുന്നത് ബീച്ചാണ്, ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അതൊക്കെ ഒരു വൈബ്. ശരിക്കും ഇതൊക്കെ അല്ലേ കാണണ്ടല്ലേ ഷമേ? എന്താ ഇപ്പോൾ പുറയിൽ ഇങ്ങനെ കുത്തിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി എന്തായാലും വേണമല്ലോ, ഫാമിലിയും കൊണ്ട് എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട്. ഷാമിൻ്റെ ഫാമിലി ഉണ്ട്, നമ്മളെ ഫാമിലി ഉണ്ട്. ഇനി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ബൈക്കും കൊണ്ട് ട്രിപ്പ് ഉണ്ട്. ബൈക്ക് എന്തായാലും നമ്മൾ കടലിലേക്ക് ഇറക്കും, തുരുമ്പ് പെട്ടെന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇറക്കിയില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബ് ഏരിയ. എന്തായാലും രാവിലെ വരാം ഇഷാമെ, വന്നിട്ട് വൈകുന്നേരം കയറി പോവാം. തോർത്ത് ബർമുഡ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് വരിക, കുളിക്കുക, കടലിലേക്ക് ഇറങ്ങിക്കുള്ളൂ. എനിക്ക് കുറേ വിധത്തിൽ നീന്താൻ അറിയും, അത് ഞാൻ കാണിച്ചു തരാം വരുമ്പോൾ. നമ്മൾ നീന്തലിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. ഈ നീന്തൂലേ? ഞങ്ങളെല്ലാവരും നീന്തുന്ന ടീമാണ്, നല്ല സെറ്റപ്പ് ടീമാണ്. ടീമെല്ലാം ഉള്ളത് 6-7 ആളുണ്ടല്ലേ നമ്മൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും വരും. അതിലിപ്പോൾ വരാത്തൊരു ചങ്ങായി ഉണ്ട്. ഈ ചങ്ങായി എന്ന് നോക്കിയാലും ഓൻ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെ പിന്നെ ലഡാക്ക് ട്രിപ്പൊക്കെ നമുക്ക് മിസ്സായത്. എന്നാലും വേണ്ട, നമ്മളൊന്ന് ലഡാക്ക് ഒറ്റക്ക് പോകൂലേ. ഈ ഏരിയക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതാ പിന്നെ കൈതമുള്ള കേട്ടോ, നല്ല ഒരുപാട് ചക്ക ഉണ്ട് അതിൽ കായ്ച്ച് നിൽക്കുന്നു. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. കഴിക്കാൻ പറ്റുന്ന രണ്ടെണ്ണം പറിച്ച് തന്നിരുന്നുടാ, ഒരുപാടുണ്ട്. ഇത് സംഭവം ഉണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ ആ 40 റുപ്യ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്നില്ല. എന്തല്ലേ എന്ത് കാറ്റെന്നറിയോ, അത് നേരിട്ട് തന്നെ അനുഭവിക്കണം കേട്ടോ, അത്രക്കും രസമാണ്. നല്ല കാറ്റിങ്ങനെ അടിച്ചു നിൽക്കുന്ന സമയം, AC ഒന്നും വേണ്ട, നല്ല കൂളിങ്, നല്ല വെയിലുണ്ട്, നല്ല കൂളിങ്ങുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇഷാമിന് വൈകുന്നേരമാകത്തേക്കും പറയും ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞ് പോവോ? ഇതുണ്ടോ വണ്ടി നമുക്ക് ഇറക്കാൻ ചൂടാൻ. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ചെക്കന്മാർ. ഇതുണ്ട് ഇത്രയും പോയിന്റ് ഉണ്ട്, നോക്കി എന്ത് ഭംഗിയെന്ന് കാണാൻ. നമുക്ക് വണ്ടി ഇറക്കാം, അതാണ് ഏറ്റവും വലുത്. ഇതിൽ കൂടെയൊക്കെ വണ്ടി ഇറക്കാവുന്ന ആൾക്കാരാണ്, പക്ഷെ നമുക്ക് അതിനുള്ളൊരു ആ ഭാഗത്തു കൂടെയൊക്കെ ബൈക്കാണ് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് പോകാം.
നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെയൊക്കെ തെങ്ങിൻ്റെ ആ തെങ്ങ് തോപ്പെല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുപോലെ അത് അവിടെ കണ്ടോ പിന്നെ ബോട്ട്, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്. ഇറക്കി നോക്കാം കേട്ടോ. പക്ഷെ സംഭവം ഇറക്കാൻ നമുക്ക് നല്ല പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ, തുരുമ്പ് പിടിക്കുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട്. എന്താണ് ബീച്ചിന് നമ്മൾ വെള്ളം തൊട്ട് വരുവാണ് വണ്ടി കണ്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, ഭയങ്കര രസമുള്ള ബീച്ചാണ്. ഞാൻ ഒരു ചോദിച്ചോട്ടെ, എത്ര കിലോമീറ്റർ ആണ് ഇവിടെ പിന്നെ സ്റ്റാർട്ടിങ് ഉള്ളതെന്ന് ചോദിച്ചോട്ടെ. കിലോമീറ്റർ ഏകദേശം എത്ര ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ മുതൽ അങ്ങ് എൻ്റെ വരെ എത്ര കിലോമീറ്റർ ഉള്ളത്? 5:45 ആണല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പം ലേശം വെള്ളം വേലിയേറ്റാണ് കേട്ടോ. ഇപ്പോൾ അപ്പോൾ വേലി ഇറങ്ങുന്ന സമയമുണ്ട്, അപ്പോൾ കുറേ അങ്ങോട്ട് കടലിൽ മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് 5.25 കിലോമീറ്റർ ആണ് ടോട്ടലുള്ളത്. ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ 5.25 കിലോമീറ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നില്ല കേട്ടോ, കാരണം വെച്ചാൽ അത് ആ എൻഡാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ താറാണ്, പുതിയ താറൊക്കെയാണ് വെള്ളത്തിൽ കൂടെ ഇറക്കി പോണത്. അത്രയും കൂടി അങ്ങോട്ട് ദൂരത്തേക്ക് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ടില്ല, നമ്മൾ അതിൽ കൂടെ തന്നെയാണ് നമ്മൾ വണ്ടി പോണത്. ഈ ബോർഡിൻ്റെ ഇവിടം വരെയാണ് ശരിക്കും എൻ്റെ 5.25 കിലോമീറ്റർ നമുക്ക് ഈ ബോർഡ് വരും കേട്ടോ വരുന്നത്. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അത്രയും ക്ലിയർ ഏരിയ. കാരണം വെച്ചാൽ ഇത് വണ്ടിയൊക്കെ എല്ലാം വന്ന് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിനും പഠിക്കാൻ പറ്റിയൊരു ഏരിയ. 5.25 കിലോമീറ്റർ ആണ് നമുക്ക് ആ സ്റ്റാർട്ടിങ് മുതൽ ഈ സ്റ്റാർട്ടിങ് വരെ 5.25 കിലോമീറ്റർ ആയിട്ടുള്ളത്. ഭംഗിയിലെന്നറിയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും പിന്നെ വണ്ടി ഇറക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചൊരു സെറ്റപ്പ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഈ മണ്ണ് താന്ന് പോകുന്നില്ല, അതാണ് എൻ്റെ പ്രത്യേകത. ഉണ്ടല്ലോ താന്ന് പോകുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ആൾക്കാരിവിടെ വന്ന് പോകുന്നത്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് താന്ന് പോകുമല്ലോ, ഇത് പക്ഷെ താന്ന് പോകുന്നില്ല. എന്താണ് ഇതൊക്കെ ഇവിടെ നിർത്തിയിട്ട ബോട്ടുകളാട്ടോ. ഇതൊക്കെ രാവിലെ ആകുമ്പോൾ ഇതെല്ലാം പിന്നെ ഇതിലേക്ക് ഇറങ്ങും, നീറ്റിലേക്ക് ഇറങ്ങും. എന്താണ് ഈ ഒരു ഭാഗമെല്ലാം വന്നിട്ട് എമ്മാതിരി വൃത്തി നോക്കുക, എന്ത് ഭംഗി കാണാല്ലേ ക്ഷമേ. ശരിക്കും ഉണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകാൻ തോന്നാത്തൊരവസ്ഥ കേട്ടോ. കാരണം അത്രക്കും ഏരിയ നമുക്ക് ഇവിടെ കാണാണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഇവിടെ മാക്സിമം കറങ്ങി നടന്ന് ഉഷാറാക്കാം. എന്താ വെള്ളം കേറി നമ്മളെ വണ്ടി വെള്ളത്തിലാട്ടുള്ളത്. നമ്മളെ വണ്ടി വെള്ളത്തിലാണ് കണ്ടാ. എന്ത് രസം നമുക്ക് സംഭവം കാണാൻ കണ്ട.
ഓക്കെ ഇതാണ് നമ്മളെ ഡ്രിഫ്റ്റ് ചെയ്ത ഇത് വോക്സ് വാഗൺ പോളോ കൂടെ കടലിന്റെ സെന്ററിലേക്ക് പോയിട്ട് നല്ല അടിപൊളി ഡ്രിഫ്റ്റ് ചെയ്തു നമ്മളെ ഫ്രണ്ട്സ് എന്താ വിക്കി ഇതൊക്കെ ഇപ്പോൾ കോയമ്പത്തൂരാണ് കേട്ടോ. ഒരുപാട് ടീമുണ്ട്. അവരൊക്കെ അവിടെ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തില്ല, അവരവിടെ നീന്തലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് കേട്ടോ. ഇവരാണ് നമ്മളെ വണ്ടി മൊത്തം അവിടെ ഡ്രിഫ്റ്റ് ചെയ്തത്. അത് ഭയങ്കര ലൈക്കായി. ഓക്കെ കോട്ടയങ്ങൾ പേര് രാകേഷ്. അപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ടോ ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് നല്ല രസമുള്ള ഡ്രിഫ്റ്റിങ്. അതൊക്കെയാണല്ലേ നമ്മൾ കാണേണ്ടത്. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഇറക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പിടിച്ചത്. ഡ്രിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ പിടിക്കുകയാണ്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ മെക്കാനിക്കാണല്ലേ? മെക്കാനിക്ക് അപ്പോൾ പോപ്പുലറിൽ മാരുതിയിൽ പിന്നെ ഇപ്പം എന്താ മേടിക്കാം, എല്ലാം കൊണ്ട് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു മുഴുപ്പിലങ്ങാടി ബീച്ച്. നമ്മൾ ഫുള്ള് വിഷയം നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് എൻജോയ് ചെയ്ത് പോവുക. കാരണം വെച്ചാൽ രാവിലെ വന്ന വൈകുന്നേരം വരെ 40 റുപ്യല്ലോറിന് 40 രൂപയുള്ളൂ ടിക്കറ്റ് വില ഇതിനുള്ളിലേക്ക് ഇറക്കുക. കാരണം വെച്ചാൽ അത്രയും ദൂരം നമുക്ക് കവർ ചെയ്യാനും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.